അൻവർ അത് ചോദിച്ചതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. കാരണം അൻവർ കാണുന്ന LDFന്റെ ഭാഗമായിരിക്കുന്ന അതിനേക്കാൾ മന്ദബുദ്ധികളായിട്ടുള്ള ഒരു മന്ത്രിമാരായി ഇരിക്കുമ്പോൾ അൻവറിനും ആകണമെന്നൊരു ആഗ്രഹം തോന്നുന്നു. പക്ഷേ UDF അത്തരം സംവിധാനമല്ല എന്നുള്ളത് അൻവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടല്ലേ മുന്നണി എന്ന് പറഞ്ഞത്. അതിൽ സമാനമായ രാഷ്ട്രീയ മുന്നോട്ട് വെക്കുന്ന കക്ഷികൾ ഒരുമിച്ച് ചേരുന്നതല്ലേ. ഇത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനൊരു രാഷ്ട്രീയമില്ലല്ലോ. ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നേയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ LDFനെതിരെ അടുത്ത വർഷം ആര് ഗവൺമെന്റ് രൂപീകരിക്കും എന്നുള്ളത് തീരുമാനിക്കാനുള്ള നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിന് കാഹളമൂതുന്ന നിലയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ ഐക്യജനാധിപത്യ മുന്നണിയല്ലാതെ മറ്റാരും ചിത്രത്തിലില്ല. LDFനെ പരാജയപ്പെടുത്തുന്നത് ഐക്യജനാധിപത്യ മുന്നണിയായിരിക്കും. അത് UDFന്റെ മണ്ഡലമാണ്. അതിന് ചിലരിങ്ങനെ ചില അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ചില മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ അജണ്ട സെറ്റിംഗിന്റെ ഭാഗമാകുന്നു. അതല്ലാതെ അവിടെ വളരെ ചിട്ടയായ പ്രവർത്തനം നടക്കുന്നു. UDFന് ഉജ്ജ്വലമായ വിജയം നിലമ്പൂരുണ്ടാവും. ഞാൻ ഒരു വ്യക്തിയുടെ പേര് പോലും പറയുന്നില്ല. അവിടെ ഫൈറ്റ് UDFും, രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് LDFുമാണ്. അത് LDFും മറ്റേതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ബാധകമാകുന്ന വിഷയമല്ല. UDF വ്യക്തമായ മുൻതൂക്കത്തോടുകൂടി തന്നെയാണ് നിലമ്പൂർ മുന്നോട്ട് നീങ്ങുന്നത്.